നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ ഫോണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാൻ വിട്ടുപോകാറുണ്ട്. എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ശരിയാണോ, ടച്ച് സ്ക്രീൻ ശരിയാണോ, സ്പീക്കർ ശരിയാണോ എന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് എത്ര GB റാം ഉണ്ട്, അതുപോലെ തന്നെ എത്ര മെമ്മറി സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ സെൻസർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള മൊബൈൽ ഫോണിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് പരിശോധിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്തെന്നാൽ നമ്മുടെ കൈവശമുള്ളത് അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്ന മൊബൈൽ ഫോണിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ഈ ആപ്ലിക്കേഷനകത്ത് നിന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു QR കോഡ് ഉണ്ടാവും. QR കോഡ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾ പ്രത്യേകമായിട്ട് പെർമിഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചില കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെർമിഷൻ കൊടുക്കേണ്ടി വരും. ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ പല ഫീച്ചറുകളുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നമുക്ക് ഫോൺ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ മുകളിൽ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫോൺ ഫംഗ്ഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ ഓപ്ഷനും ടെസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്ത് കിടപ്പുണ്ട്. ആദ്യത്തെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ഡിസ്പ്ലേ കളറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് താഴെയുള്ള സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൈറ്റ് സ്ക്രീന് ലഭിക്കുന്നതാണ്. എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്കത് കളർ ചേഞ്ച് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇത് തന്നെ പല രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് സ്ക്രീനിൽ ടെസ്റ്റ് ചെയ്യാം. എവിടെയെങ്കിലും ലൈറ്റ് കാണുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സ്ക്രീനിൽ അതിന് ഡാമേജ് ഉണ്ടെന്നാണ് അർത്ഥം. അതുപോലെ തന്നെ നമുക്ക് ഗ്രീന്, റെഡ് പല കളറിൽ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്ക്രീനിന് ഡിസ്പ്ലേന് പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സിലാകുന്നതാണ്. ഇനി ഈ ഡിസ്പ്ലേന് പ്രശ്നം ഒന്നുമില്ലെങ്കിൽ ഇവിടെ താഴെ ടിക്ക് മാർക്ക് ഉണ്ട്, അത് കൊടുക്കാം. അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ടിക്ക് മാർക്ക് കൊടുക്കാം. ഇനി ടച്ച് സ്ക്രീൻ ടച്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് താഴെ, അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ സ്ക്രീനിൻ്റെ ടച്ച് പാഡ് എവിടെയെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് ഇതുപോലെ നമുക്ക് ടച്ച് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. മൊത്തമായിട്ട് റോൾ ചെയ്തിട്ടും ടച്ച് ചെയ്തിട്ടൊക്കെ നോക്കാം. എല്ലാം ഓക്കെ ആണെങ്കിൽ താഴെ ടിക്ക് മാർക്ക് ഉണ്ട്, അത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ടും എൻ്റെ ഓക്കെ ആണ് ടെസ്റ്റ് ചെയ്തിട്ട്. മൂന്നാമത് ഇയർ സ്പീക്കർ ടെസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ്. അതായത് നമ്മുടെ ചെവിയിൽ വെക്കുന്ന മുകളിലത്തെ സ്പീക്കർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫോണൊന്ന് റിങ് ചെയ്യും, നമുക്ക് കേൾക്കില്ല. അത് സ്പീക്കർ എടുത്ത് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ കോളെല്ലാം വരുന്നത് പോലെ ചെവിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഓക്കെ കൊടുക്കുക. ഇനി ലൗഡ് സ്പീക്കർ ചെക്ക് ചെയ്യേണ്ട ഓപ്ഷൻ അതിന് താഴെയുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ നമ്മുടെ ഫോൺ റിങ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ മ്യൂട്ട് ചെയ്തതുകൊണ്ടാണ് ശബ്ദം കേൾക്കാത്തത്. റിങ് ഓക്കെ ആണെങ്കിൽ അതും ടിക്ക് മാർക്ക് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് പല ഫീച്ചറും ഇതിനകത്ത് നിന്ന് ടെസ്റ്റ് ചെയ്യാം, വൈഫൈയും കാര്യങ്ങളൊക്കെ. ഇനി ഇത് ബ്ലൂടൂത്ത് ആണ്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ടിക്ക് മാർക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് വോളിയം കൺട്രോൾ ടെസ്റ്റ് ചെയ്യാം. വോളിയം ബട്ടൺ ഉണ്ടല്ലോ, അത് ഓൺ ചെയ്തിട്ട് വോളിയം ബട്ടൺ ഒന്ന് അമർത്തി നോക്കുക. ആ ടൈം മുകളിലത്തെ ടിക്ക് മാർക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അതുപോലെ തന്നെ താഴെത്തതും ക്ലിക്ക് ചെയ്ത് നോക്കാം, അതും ഓക്കെ ആണെങ്കിൽ അവിടെയും ടിക്ക് മാർക്ക് വരും. ഇതുപോലെ തന്നെ നമുക്ക് ചാർജിങ്ങും ടെസ്റ്റ് ചെയ്യാം. ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്തിട്ട് ചാർജർ ഒന്ന് കുത്തി കൊടുക്കുക. കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ചാർജർ ഓക്കെയാണ്. ഇതുപോലെ തന്നെ നമുക്ക് വൈബ്രേഷൻ മുതൽ എല്ലാം ടെസ്റ്റ് ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഹോമിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം CPU എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസസ്സർ ഏതാണ്, എത്ര അതിന് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കാണാം. ഇനി സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റാം എത്രയാണ്, അത് എത്ര റാം ഉപയോഗിക്കുന്നുണ്ട് ഓൾറെഡി, എത്ര ബാക്കിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. ആൻഡ്രോയിഡ് വേർഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇനി അടുത്ത ബാറ്ററി ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെത് ഇപ്പോൾ 69 ബാറ്ററി പെർസെൻറ്റേജ് ഉള്ളത്, അതാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററിയുടെ വാട്ട്സും കാര്യങ്ങളൊക്കെ. ഇവിടെ ഏറ്റവും നോക്കേണ്ടത് ബാറ്ററി ഹെൽത്താണ്. അത് ഗുഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യസമേതം ആ ഫോൺ വാങ്ങാം, കാരണം ബാറ്ററി ഓക്കെയാണ്. ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ നെറ്റ്വർക്കിൻ്റെ ഓപ്ഷൻ നോക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷനും ഇതിനകത്തുണ്ട്. എല്ലാം പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഇത് സെൻസർ ടെസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ്. എല്ലാ സെൻസറുകളും നമുക്കതിൽ നിന്ന് നോക്കാം. ഇത് ക്യാമറയുടെ ഓപ്ഷനാണ് ഇവിടെ കിടക്കുന്നത്. ക്യാമറയുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ആപ്ലിക്കേഷനകത്ത് തന്നെ നോക്കാൻ പറ്റുന്നതാണ്. പ്ലേ സ്റ്റോറിനകത്ത് 4.5 റേറ്റിംഗ് ഉണ്ട് ഈ ആപ്ലിക്കേഷന്. അതും 2 ലക്ഷം ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കേണ്ട ഓപ്ഷനും ഇതിനകത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്ക്. നമ്മുടെ ഫോണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതേ QR കോഡ് തന്നെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലുണ്ടാവും, അത് ഗാലറിയിലേക്ക് സേവ് ചെയ്താൽ മതി.
ശേഷം നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് google.com എന്ന ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുക. അപ്പോൾ ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ വലതു ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ക്യാമറയുടെ ഐക്കൺ കാണാം. ആ ക്യാമറയുടെ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ക്യാമറയും ഗാലറിയും ഒക്കെ ഓപ്പൺ ആകുന്നതാണ്. ഇനി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതോ ഗാലറിയിലേക്ക് സേവ് ചെയ്തെടുത്തതോ ആയിട്ടുള്ള ആ QR കോഡ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് ഇതുപോലെ നടുവിലായിട്ടൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. 10 സെക്കൻഡെങ്കിലും എടുത്ത് വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.